ഹലോ എവരി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അറ്റ്മോസ്ഫിയറുമായിട്ടും എർത്ത് സർഫേസുമായിട്ടും എങ്ങനെയൊക്കെയാണ് ഇൻ്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിൽ നിന്നും പ്രധാനമായിട്ടും ആ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ ആ സണ്ണിൽ നിന്നും എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുകളുള്ളതായിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകളുള്ളതായ ലൈറ്റിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വേവി ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആദ്യമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറുമായിട്ടാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിനകത്ത് ധാരാളമായിട്ടുള്ള ഗ്യാസസ് ഉണ്ട്, അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. അപ്പോൾ ഇവയുമായിട്ടൊക്കെ തന്നെ ഇൻ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ എനർജിക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് സ്കാറ്ററിംഗ്, അബ്സോർപ്ഷൻ, റിഫ്രാക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോൾ സ്കാറ്ററിംഗ് ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, ദെൻ ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 പ്രോസസ്സുകളാണ് പ്രധാനമായിട്ടും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്നത് സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ atmospheric scattering is the process where gas molecules, aerosols and particles in the atmosphere scatter sunlight in various directions എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എനർജിയെ റീഡയറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓൾറെഡി അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം, വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വലിപ്പം, ഇതൊക്കെ തന്നെ ഈ സ്കാറ്ററിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റിയെയും അതിൻ്റെ ഒരു ലെങ്ത്തിനെയും സൈസിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും സ്കാറ്ററിങ് 4 തരം സ്കാറ്ററിങ്ങുകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. റിലേ സ്കാറ്ററിംഗ് ഉണ്ട്, മിയ സ്കാറ്ററിംഗ് ഉണ്ട്, നോൺ സെലക്റ്റീവ് ഉണ്ട് ആൻഡ് രാമൻ സ്കാറ്ററിംഗ് ഉണ്ട്. അപ്പം റിലേ സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അറ്റ്മോസ്ഫിയറിക് മോളിക്യൂൾസും അതുപോലെ തന്നെ വളരെ ചെറിയ പാർട്ടിക്കിൾസും കാരണമാണ് ഇത്തരത്തിലുള്ള സ്കാറ്ററിംഗ് സംഭവിക്കാറുള്ളത്. അതായത് ഇൻകമിംഗ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനേക്കാളും സ്മോളർ ഡയാമീറ്റർ ഓഫ് മാറ്റേഴ്സ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് അവിടെ എന്ത് സംഭവിക്കാറുള്ളത്, റിലേ സ്കാറ്ററിംഗ് സംഭവിക്കാറുള്ളത് എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഷോർട്ടർ ആയിട്ടുള്ള വേവ് ലെങ്ത്തുകൾ ലോങ് വേവിനേക്കാളും സ്കാറ്റർ ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്കാറ്ററിങ്ങിനെ നമ്മൾ സെലക്റ്റീവ് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ മോളിക്യുലാർ സ്കാറ്ററിംഗ് എന്ന പേരിലും കൂടി അറിയപ്പെടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും മോളിക്യൂൾസിൻ്റെ ഡൊമിനൻസ് ആണ് ഇത്തരത്തിലുള്ളൊരു സ്കാറ്ററിങ്ങിനെ പ്രധാനമായിട്ടും കാരണമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിസിബിൾ റേഞ്ചിൻ്റെ സ്ഥലങ്ങളിൽ സ്മോളർ വേവ് ലെങ്ത്ത്, സ്മോളർ ആയിട്ടുള്ള വേവ് ലെങ്ത്തുകൾ, ദാറ്റ് മീൻ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് വളരെയധികം സ്കാറ്റേർഡ് ആവും. സോ അതുകൊണ്ടാണ് സ്കൈക്ക് ഈ ഒരു സമയത്ത് ബ്ലൂ ആയിട്ടുള്ള ഒരു നിറം കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്കൈക്ക് ബ്ലൂ നിറം കിട്ടാൻ കാരണമായിട്ടുള്ളതായ ഇതെന്ന് പറയുന്നത് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് റിലേ സ്കാറ്ററിംഗ് ആണ്. കാരണം ഷോർട്ട് വേവ് ലെങ്ത്തിനാണ് സ്കാറ്ററിംഗ് കൂടുതൽ എന്ന് നമ്മൾ പഠിച്ചു. സോ വിസിബിൾ സ്പെക്ട്രത്തിനകത്ത് വിബ്ജിയോർ എന്ന് പറയുമല്ലോ, വിബ്ജിയോറിൽ ഏറ്റവും കൂടുതൽ ഇതിന് സ്കാറ്ററിംഗ് സംഭവിക്കുന്നത് ഷോർട്ട് വേവ് ലെങ്ത്തിനായതുകൊണ്ട് ബ്ലൂ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, സ്കാറ്റേർഡ് ആവുക. സോ അതുകൊണ്ടാണ് സ്കൈക്ക് ബ്ലൂ നിറം കാണാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇതിന് അടുത്താണ് മിയ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻകമിംഗ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത്തിൻ്റെ സെയിം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഡയാമീറ്റർ ആണ് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ രൂപീകൃതമാകുന്ന സ്കാറ്ററിംഗ് ആണ് മിയ സ്കാറ്ററിംഗ്. ഓക്കെ, അപ്പം വരുന്ന എനർജിയെക്കാളും അതിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും സ്മോളർ ആണ് അവിടുത്തെ പാർട്ടിക്കിൾ എങ്കിൽ അതിന് നമ്മൾ റിലേ സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നു. ഇനി വരുന്ന വേവ് ലെങ്ത്തും അതുപോലെ തന്നെ അവിടെ ഓൾറെഡി അറ്റ്മോസ്ഫിയറിലുള്ളതായ പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്ററും സിമിലർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നതാണ് മിയ സ്കാറ്ററിംഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ
എന്താണ് ഈ ഇത്തരത്തിലുള്ളൊരു സ്കാറ്ററിങ്ങിൽ ലോങ്ങർ ആയിട്ടുള്ള വേവ് ലെങ്ത്തും കൂടി സ്കാറ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ റിലേ സ്കാറ്ററിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത് ആണ് കൂടുതലായിട്ട് സ്കാറ്റേർഡ് ചെയ്യപ്പെടുക. പക്ഷെ മിയ സ്കാറ്ററിങ്ങിലാവുന്ന സമയത്ത് ലോങ്ങർ ആയിട്ടുള്ള വേവ് ലെങ്ത് പോലും സ്കാറ്റർ ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം മിയ സ്കാറ്ററിങ്ങിൽ intensity of the scattered light varies approximately as the inverse of the wavelength എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇത് പ്രധാനമായിട്ടും അറ്റ്മോസ്ഫിയറിലെ എയറോസോൾ പാർട്ടിക്കിൾസും, അതായത് പ്രത്യേകിച്ച് ഈ ഡസ്റ്റ്, സ്മോക്ക്, പോളൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള മിയ സ്കാറ്ററിങ്ങിന് പ്രധാനമായും കാരണമാകുന്നത്. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് ഓഫ് സ്കാറ്ററിംഗ് ആണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു തേർഡ് ടൈപ്പ് ഓഫ് സ്കാറ്ററിംഗ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വരുന്ന വേവ് ലെങ്ത്തിനേക്കാളും വലിപ്പം കൂടുതലാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്റർ എങ്കിൽ രൂപീകൃതമാകുന്നതാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസ്, പോളൻ, അതുപോലെ തന്നെ ക്ലൗഡ് ഡ്രോപ്ലെറ്റ്സ്, ഐസ് ക്രിസ്റ്റൽസോ അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്സോ, ഇതൊക്കെയാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്ങിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റിലേ സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകമിംഗ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും സ്മോളർ ഡയാമീറ്റർ ആണെങ്കിൽ റിലേ സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, മിയ സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ എനർജി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഡയാമീറ്റർ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് ആണെങ്കിൽ മിയ സ്കാറ്ററിംഗ് എന്ന് പറയുന്നു. പക്ഷെ അവിടെ ഡയാമീറ്റർ അവിടുത്തെ വേവ് ലെങ്ത് ഓഫ് ദ എനർജിയെക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ടുള്ള ഒരു സ്കാറ്ററിംഗ് ആണ് 1926 കണ്ടുപിടിക്കപ്പെട്ട രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വളരെ സിമ്പിളായിട്ടത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ബോൾ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് വളരെ ഫോഴ്സ്ഫുള്ളി ആ ബോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതല്ല, നമ്മൾ ബോൾ എറിയുന്നതായിട്ടുള്ള ആ ബോൾ ചെന്ന് കൊള്ളുന്നതായിട്ടുള്ള ഒബ്ജക്റ്റിന് ചെറിയ മൂവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുന്ന ബോളിൻ്റെ എനർജി ഒന്നില്ലെങ്കിൽ ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ രാമൻ സ്കാറ്ററിംഗ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റിലേക്ക് എനർജി വരുന്ന സമയത്ത് അതിന് മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ വരുന്ന എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നത് സെയിം ആയിട്ടുള്ള അതേ ഫോഴ്സ്ഫുള്ളി ആയിരിക്കുമെന്ന് പറയുന്നു. ഇനി ഈ ഒരു ഒബ്ജക്റ്റിന്, ഇവിടെ നിൽക്കുന്ന ഒബ്ജക്റ്റിന് ചെറിയ മൂവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തട്ടുന്ന എനർജിക്ക് ലോസോ ഗെയിനോ സംഭവിക്കും എന്നുള്ളതാണ് രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എലാസ്റ്റിക് കൊളീഷൻ കാരണം അവിടെ എനർജി ലോസ് ആവുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് രാമൻ സ്കാറ്ററിംഗ് പറയുന്നത്. അപ്പോൾ സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തരമാണ്. റിലേ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് മോളിക്യൂൾസ് വളരെയധികം സ്മോളർ ആയിരിക്കും. മിയ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പം ഈക്വൽ ആയിരിക്കും. നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് വേവ് ലെങ്ത് എനർജിയെക്കാളും കൂടുതലായിരിക്കും എന്നുള്ളതാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ രാമൻ സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ്, എഫക്റ്റീവ് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസും എഫക്റ്റീവ് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏത് തരം വേണമെങ്കിലും ആവാം. പക്ഷേ ആ വന്ന് ഹിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ എനർജിയിൽ ചെറിയ ലോസോ ഗെയിനോ സംഭവിക്കും എന്നുള്ളതാണ് രാമൻ സ്കാറ്ററിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ ഇൻറ്ററാക്ഷൻസ് സംഭവിക്കുന്നതിൽ മറ്റ് ചില ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് അബ്സോർപ്ഷൻ, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു എനർജി റേഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, എല്ലാ മേഖലകളിൽ കൂടെയും അറ്റ്മോസ്ഫിയറിൻ്റെ എല്ലാ മേഖലകളിലൂടെയും ആ എനർജിക്ക് പാസ് ചെയ്ത് വരാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ആ എനർജിയെ എന്ത് ചെയ്യാറുണ്ട്, എനർജിയെ അബ്സോർബ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം മേഖലകളെയാണ് നമ്മൾ അബ്സോർപ്ഷൻ റീജനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഓസോണും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ഇതാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള എനർജിയെ അബ്സോർബ് ചെയ്യുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസ്റ്റുവൻസ് എന്ന് പറയുന്നത് ഈ 3 ഫാക്ടേഴ്സാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഓസോണും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും. ഓക്കെ, അപ്പം ഓസോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പർ അറ്റ്മോസ്ഫിയറിലായിരിക്കും ഓസോൺ ഉണ്ടാവുക. സോ ഇത് അൾട്രാ വയലറ്റ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് മിക്കവാറും ലോവർ അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിലാണ് ഉണ്ടാവുക. ഇത് മിഡ് ആൻഡ് ഫാർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തുകളെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. വാട്ടർ വേപ്പറും ലോവർ അറ്റ്മോസ്ഫിയറിലാണ് ഉണ്ടാവുക. ഇത് ഫാർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തുകളെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ, ഇത്തരം
ഇത്തരത്തിലുള്ള 3 കോൺസ്റ്റുവൻസും ഓസോണും CO2വും വാട്ടർ വേപ്പറും എനർജിയെ റേഡിയേഷനെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചില വേവ് ലെങ്ത്തുകളെ ചില ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ചില വേവ് ലെങ്ത്തുകൾ അറ്റ്മോസ്ഫിയറിൻ്റെ അബ്സോർപ്ഷനിൽ നിന്നും രക്ഷപ്പെട്ട് വരാറുണ്ട്. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ ചില മേഖലകളിൽ ഹൈ ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആയിരിക്കും, ചില മേഖലകളിൽ ലോ ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ എനർജി വന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, നല്ലൊരു റിസൾട്ട്. ആ ഒരു എനർജിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ആ ഒരു ടാർഗറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ എനർജി സ്മൂത്തായിട്ട് വന്ന് സ്മൂത്തായിട്ട് തന്നെ തിരിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അബ്സോർപ്ഷൻ ധാരാളമായിട്ടുള്ള മേഖലകൾ റിമോട്ട് സെൻസിങ്ങിന് നമുക്ക് അനുയോജ്യമായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അബ്സോർപ്ഷൻ കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ആ കുറഞ്ഞ സ്ഥലങ്ങളെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അതായത് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തെ ചില റീജൻസിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് വിളിക്കുന്നത്. കാരണം അത്തരം വിൻഡോസിൽ അബ്സോർപ്ഷൻ വളരെയധികം കുറവായിരിക്കും, എനർജി വളരെ സിമ്പിളായിട്ട് പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് പ്രധാനമായിട്ടും വിസിബിൾ വിൻഡോയുടെ ഭാഗങ്ങളിൽ 0.4 മുതൽ 0.9 മൈക്രോമീറ്റർ വരെയുള്ള മേഖല, അതുപോലെ തന്നെ നിയർ ഇൻഫ്രാറെഡ് വിൻഡോ അതായത് 1.5 to 1.7 മൈക്രോമീറ്റർ വരെയും 2.24 മൈക്രോമീറ്റർ വരെയുള്ള മേഖലകൾ, ദെൻ ഫാർ ഇൻഫ്രാറെഡ് വിൻഡോസ് 3 to 5 മൈക്രോമീറ്ററും അതേപോലെ തന്നെ 8 to 14 വരുന്ന ഒരു മൈക്രോമീറ്ററിൻ്റെ റേഞ്ചുമാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് ആയിട്ട് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പല സ്ഥലങ്ങളിലും ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോയെ കുറിച്ച് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അബ്സോർപ്ഷൻ ഫ്രീ ആയിട്ടുള്ള, ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള മേഖലകളെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതല്ലാതെ പിന്നെ ജനറലി വരുന്നതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റും കൺവെക്ഷനും പ്രസിപ്പിറ്റേഷനും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഒക്കെ. ഇതൊക്കെ തന്നെ എനർജി അറ്റ്മോസ്ഫിയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ്. ഇതല്ലാതെ പിന്നെ വരുന്ന മറ്റൊരു ടേമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള 2 മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വരുന്ന അതിൻ്റെ പാത്തിലെ ചേഞ്ചിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിഫ്രാക്ഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് മിനിമൽ ആയിരിക്കും. അതല്ലെങ്കിൽ ടർബുലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ റിഫ്രാക്ഷൻ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ആ ഒരു പാത്തിനെ തന്നെ സ്വാധീനിക്കാനുള്ളൊരു കെൽപ്പ് ഈ ഒരു ഡെൻസിറ്റി ഡിഫറൻസിയേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു സ്കാറ്ററിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. സ്കാറ്ററിങ്ങിൽ 4 തരത്തിലുള്ള സ്കാറ്ററിംഗ് നമ്മൾ പഠിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് അബ്സോർപ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അബ്സോർപ്ഷൻ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അബ്സോർപ്ഷൻ കുറഞ്ഞിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് വിൻഡോയെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രസിപ്പിറ്റേഷൻ, പ്രഷർ, അങ്ങനെയുള്ള ചില കൺവെക്ഷൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള എനർജി അറ്റ്മോസ്ഫിയർ ഇൻട്രാക്ഷനുമായിട്ട് വരുന്നതായിട്ടുള്ള മാറ്റങ്ങളാണ്. അത് ക്ലൈമറ്റിൻ്റെ ഒരു ബാലൻസിനെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. ദെൻ അടുത്തതായിട്ട് വരുന്നതാണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള 2 അറ്റ്മോസ്ഫിയറിൻ്റെ നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം ഈ ഒരു ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി ഡിഫറൻസ് വരുന്ന ഇതിന് ഡെൻസിറ്റിയും ഈ ഒരു മേഖലയുടെ ഡെൻസിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനർജി വരുന്നതിൽ അതിൻ്റെ പാത്തിന് ചിലപ്പം ഈ ഡെൻസിറ്റി ഡിഫറൻസ് സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്രാക്ഷൻ ഔട്ട് ഗോയിങ് റേഡിയേഷൻ്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ റിഫ്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഉണ്ട്. അതായത് എനർജി യാതൊരു വിധത്തിലുള്ള അബ്സോർപ്ഷനോ സ്കാറ്ററിങ്ങോ ഇല്ലാതെ പാസ് ചെയ്യപ്പെടുന്ന മേഖലകളെയാണ് ട്രാൻസ്മിഷൻ ഏരിയാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് അബ്സോർപ്ഷൻ വിൻഡോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അബ്സോർപ്ഷൻ ഫ്രീ വിൻഡോ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പറഞ്ഞു അല്ലേ, അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്നുള്ളത്. അബ്സോർപ്ഷൻ ഇല്ലാതെ എനർജി പാസ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് നമ്മൾ വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്മിഷൻ്റെ മേഖല എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ സ്കാറ്ററിങ്ങോ അബ്സോർപ്ഷനോ ഇല്ലാതെ എനർജിക്ക് വളരെ സിമ്പിളായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. അപ്പോൾ ഇത്തരം ട്രാൻസ്മിഷൻ ഏരിയാസ് ആണ് റിമോട്ട് സെൻസിങ്ങിന് വളരെയധികം സഹായിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അറ്റ്മോസ്ഫിയറുമായിട്ട് എനർജി ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. സ്കാറ്ററിംഗ്, അബ്സോർപ്ഷൻ, റിഫ്രാക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയുടെ അതിൻ്റെ ഒരു പാത്തിൽ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. അബ്സോർപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയെ അബ്സോർബ് ചെയ്യാണ്. റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം എനർജിയുടെ വഴിയിൽ അതിൻ്റെ പാത്തിൽ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. ദെൻ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ എനർജി യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസ്മിഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്ററാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എർത്ത് സർഫേസുമായിട്ടുള്ള ഇൻട്രാക്ഷനെ സംബന്ധിച്ചാണ്. അപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നും പെനിട്രേറ്റ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എർത്ത് സർഫേസിനകത്ത് റീച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയും റിഫ്ലക്ഷനും അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും ഒക്കെ നടക്കാറുണ്ട്. അതൊക്കെ തന്നെയും എർത്ത് സർഫേസിലെ ഫീച്ചേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൻ്റെ സ്വഭാവത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എർത്ത് സർഫേസിൻ്റെ ഇൻട്രാക്ഷൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒന്ന്, ആ ഒരു പ്രോപ്പർട്ടിയുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ സ്വഭാവം. ഓക്കെ, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നു. ദെൻ ആ ഒരു സർഫേസിൻ്റെ സ്മൂത്ത്നെസ്, അതിൻ്റെ വേവ് ലെങ്ത്, ഇതൊക്കെ തന്നെ ഈ ഏത് തരത്തിലാണ് എർത്ത് സർഫേസ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വരുന്നതായിട്ടുള്ള എനർജി എർത്ത് സർഫേസിലെ മെറ്റീരിയൽസുമായിട്ട് 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന 3 പ്രോസസ്സാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര എനർജിയാണ് അബ്സോർബ് ചെയ്തത്, ട്രാൻസ്മിറ്റ് ചെയ്തത്, റിഫ്ലക്റ്റ് ചെയ്തത് തുടങ്ങിയവയൊക്കെ തന്നെ ആ ഇൻട്രാക്ട് ചെയ്ത മെറ്റീരിയലിൻ്റെ സ്വഭാവവുമായിട്ട് കൊറിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ആ വന്ന എനർജിയുടെ വേവ് ലെങ്ത്, മെറ്റീരിയൽ എന്തുകൊണ്ടാണ് രൂപീകൃതമാക്കിയിരിക്കുന്നത്, ദെൻ അവിടുത്തെ ഫീച്ചർ. ഓക്കെ, ഇതൊക്കെ തന്നെ അവിടുത്തെ അബ്സോർബ് ചെയ്ത ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള എനർജിയുടെ അളവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഓരോ എർത്ത് സർഫേസിലെ ഫീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എനർജി അത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ദെൻ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് എർത്ത് സർഫേസിനകത്തും നടക്കുന്നത്. അടുത്തതായിട്ട് ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ ഒരു മെറ്റീരിയലിലൂടെ എനർജിക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് വരുന്ന എനർജിയെ കൃത്യമായിട്ട് അത് ബാക്ക് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റിഫ്ലക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ഷൻ പ്രധാനമായിട്ടും 2 തരത്തിലാണ് നടക്കുക. ഒന്ന് സ്പെക്യുലാർ റിഫ്ലക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന 2 പ്രോസസ്സുകളാണ് അതിനകത്തുള്ളത്. ഓക്കെ, അതായത് സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എനർജി, ഓക്കെ, ഇപ്പം ഒരു സർഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക, വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് എക്സിസ്റ്റൻസും സെയിം ആണ് എന്നുണ്ടെങ്കിൽ, അതായത് വരുന്ന എനർജിയുടെ ആംഗിളും ഇവിടെ തട്ടി തിരിച്ച് ബൗൺസ് ആവുന്ന എനർജിയുടെ ആംഗിളും സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ സ്പെക്യുലാർ റിഫ്ലക്റ്റർ എന്നാണ് വിളിക്കുക. അതായത് പെർഫെക്റ്റ് സ്പെക്യുലാർ റിഫ്ലക്റ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ നിന്ന് ഈ എനർജി വരുന്നത് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ നിയർ പെർഫെക്റ്റ് സ്പെക്യുലാർ റിഫ്ലക്റ്റർ എന്നാണ് വിളിക്കുക. ഇനി ഇതല്ലാതെ വരുന്ന എനർജി, ഓക്കെ, ഇൻസിഡൻ്റ് ആയിട്ട് വരുന്നതായിട്ടുള്ള സർഫേസ് ഉണ്ട്, ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന എനർജി യാതൊരു വിധത്തിലുള്ള ആംഗിളിലും ഇതില്ലാതെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസ് റിഫ്ലക്റ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വരുന്ന എനർജി ബൗൺസ് ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ റിഫ്ലക്ഷനിൽ സ്പെക്യുലാർ റിഫ്ലക്ഷൻ ഉണ്ട്. ഇൻസിഡൻ്റ് എനർജിയും അവിടെ നിന്നും തിരിച്ചു പോകുന്നതായിട്ടുള്ള എനർജിയും തട്ടി തിരിച്ചു പോകുന്ന എനർജിയും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ, ഓൾമോസ്റ്റ് സിമിലർ ആംഗിൾ ആണെങ്കിൽ അത് സ്പെക്യുലാർ റിഫ്ലക്ഷൻ ആണ്. ഇനി അതല്ല, വളരെ റഫ് ആയിട്ടുള്ള സർഫേസിലാണ് എനർജി വരുന്നത്, എനർജി ഈസ് റിഫ്ലക്റ്റഡ് യൂണിഫോംലി ഇൻ ഓൾമോസ്റ്റ് ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലേക്കും എനർജി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഒരു സർഫേസ് ഉണ്ട്, സർഫേസിലേക്ക് വരുന്ന എനർജിയും
വരുന്ന എനർജി സെയിം ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, സെയിം ആംഗിളിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് സ്പെക്യുലാർ റിഫ്ലക്ടർ ആണ്. ഇനി വരുന്ന എനർജി ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വൽ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആംഗുലാർ റിഫ്ലക്റ്റൻസ് ആണ്, അതായത് സ്പെക്യുലാർ റിഫ്ലക്റ്റൻസ് ആണ്. ദെൻ ഇത് ഡിഫ്യൂസ് റിഫ്ലക്ടർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ എർത്ത് സർഫേസും എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു തരത്തിൽ എനർജിയെ റിഫ്ലക്റ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സർഫേസിനെയും, ഓരോ എർത്ത് സർഫേസിലെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജിയിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ റെസ്പോൺസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജിയെ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഒബ്ജക്റ്റ്. ഇതിനെയാണ് നമ്മൾ സ്പെക്ട്രൽ റെസ്പോൺസ് ഓർ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയിൽ വേരിയേഷൻ ഉണ്ട്. ഈ എനർജി വേരിയേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ എമൗണ്ട് ഓഫ് റിഫ്ലക്റ്റൻസ് ഫ്രം എ സർഫേസ് ക്യാൻ ബി മെഷേർഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വേവ് ലെങ്ത് ആണ്. ദിസ് ഈസ് റെഫേർഡ് ടു ആസ് എ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസും ഉണ്ട്, സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന രണ്ട് ടേമുകളുണ്ട്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ എത്രമാത്രം ലൈറ്റ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഹൗ മച്ച് ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് അറ്റ് എ സ്പെസിഫിക് വേവ് ലെങ്ത് എന്നുള്ളതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇലയാണെന്നുണ്ടെങ്കിൽ ആ ഇല കൂടുതലായിട്ടും ഗ്രീൻ ലൈറ്റിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ഗ്രീൻ ആയിട്ട് കാണാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ്. ഇനി സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒബ്ജക്റ്റ് ഏതൊക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അതിൻ്റെ യുണീക്ക് പാറ്റേണിനെയാണ് നമ്മൾ അതിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പം ഒരു വെജിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ റെഡിൻ്റെ മേഖലകളിൽ വളരെയധികം ലോ റിഫ്ലക്റ്റൻസ് ആയിരിക്കും, ഇൻഫ്രാറെഡിൻ്റെ മേഖലകളിൽ വളരെയധികം ഹൈ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നത് സ്പെക്ട്രൽ സിഗ്നേച്ചർ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്തിൽ എത്രമാത്രം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ റിഫ്ലക്ഷൻ്റെ യുണീക്ക് പാറ്റേണിനെയാണ് നമ്മൾ അതിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ദെൻ ഇതിനെ പ്ലോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഗ്രാഫിനെ നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു വെജിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ വെജിറ്റേഷൻ്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് സ്പെക്ട്രൽ റെസ്പോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാന്റിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് വെജിറ്റേഷൻ്റെ. ഓക്കെ, അതായത് ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലോറോഫിൽ ഉണ്ടാവും. അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ വളരെയധികം, അതായത് വിസിബിൾ റീജിയൻ്റെ മേഖലകളെ വളരെയധികം അബ്സോർബ് ചെയ്യും. സോ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് പീക്ക് ആയിരിക്കും അവിടെ. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ പ്ലാന്റ് ലീവിൽ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് സ്ട്രോങ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനർജിയെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അത് പ്രധാനമായിട്ടും 0.45 മുതൽ 0.67 മൈക്രോമീറ്റർ വരെയുള്ള മേഖലകളെയാണ് അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക, അതായത് ബ്ലൂ ആൻഡ് റെഡ് വേവ് ലെങ്ത്തിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, ദെൻ ഗ്രീൻ കളർ വിസിബിൾ റീജിയനിലെ ഗ്രീൻ കളറിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇനി ഇൻഫ്രാറെഡ് റീജിയനിലാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കുറവും റിഫ്ലക്ഷൻ കൂടുതലുമായിരിക്കും എന്നുള്ളതാണ് വെജിറ്റേഷൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സോയിലിൻ്റെ കാര്യമാണ്. സോയിലിൻ്റെ കാര്യം പറയുന്ന സമയത്ത് സോയിലിൻ്റെ റിഫ്ലക്റ്റൻസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും ഓർഗാനിക് മാറ്ററും സോയിൽ ടെക്സ്ചറും അതുപോലെ തന്നെ സാൻഡ് ആണോ സിൽട്ട് ആണോ ക്ലേ ആണോ അതിൽ ഉള്ളത് എന്നുള്ളതുമാണ് അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ദെൻ സർഫേസ് റഫ്നെസ്സും അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസും ഒക്കെ ഇത്തരത്തിൽ റിഫ്ലക്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ മോയ്സ്ചർ വളരെയധികം കൂടുതലാണ്. ഓക്കെ, presence of moisture in soil decreases reflectance due to the presence of water absorption band എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സോയിലിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റൻസ് കുറയും എന്നുള്ളതാണ്. ഇനി അതല്ല, കോഴ്സ് സാൻഡി സോയിൽ യൂഷ്വലി വെൽ ഡ്രൈൻഡ് റിസൾട്ട് ഇൻ ലോ മോയ്സ്ചർ റിലേറ്റീവ്ലി ഹൈ റിഫ്ലക്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഹൈ ആയിട്ടുള്ള റിഫ്ലക്റ്റൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർഫേസ് റഫ്നെസ്സും പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് അയൺ ഓക്സൈഡ് ഉണ്ടെങ്കിൽ സോയിൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും.
അതുപോലെ തന്നെ ക്ലേ സോയിൽ ആണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ ബാൻഡുകൾ അവിടെ പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്, കാരണം വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. ഇനി വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി ക്ലിയർ വാട്ടർ അബ്സോർബ്സ് റിലേറ്റീവ്ലി ലിറ്റിൽ എനർജി ഹാവിംഗ് വേവ് ലെങ്ത് ലെസ് ദാൻ എബൌട്ട് 0.6 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഹൈ ട്രാൻസ്മിറ്റൻസ് ഉള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ആയിട്ടുള്ള കളറിലായിരിക്കും കാണുന്നുണ്ടാവുക. വാട്ടർ കംപ്ലീറ്റ്ലി അബ്സോർബ് നിയർ ഇൻഫ്രാറെഡ് റീജിയൺ ആണ്. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്തിന്റെ നിയർ ഇൻഫ്രാറെഡ് റീജിയണിനെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും എന്ന് പറയുന്നു. അതേപോലെ തന്നെ വളരെയധികം ടർബിഡിറ്റി ഉള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ടുള്ള സസ്പെൻഡഡ് സെഡിമെന്റ്സ് അതിനകത്ത് ഉണ്ടാവും. സോ അതിനകത്ത് ഹയർ വിസിബിൾ റിഫ്ലക്റ്റൻസ് ആയിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആൽഗെ ഗ്രോത്ത് ഉള്ളതായിട്ടുള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും എന്നുമാണ് പറയുന്നത്. ഇനി സ്നോ ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡ് മേഖലകളിലാണ് സ്ട്രോങ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ മിഡ് ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തിന്റെ ഭാഗങ്ങളിൽ എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്നോവിൻ്റെ റിഫ്ലക്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിൻ്റെ സൈസ്, വാട്ടർ കണ്ടന്റ്, ഇതൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇപ്പം ലാർജ് സൈസ് സ്നോ ആണെന്നുണ്ടെങ്കിൽ എനർജിയെ ധാരാളമായിട്ട് അബ്സോർബ് ചെയ്യും. ഇനി സ്മോളർ ആണെന്നുണ്ടെങ്കിൽ അവിടെ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ സർഫേസ് റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് വിസിബിൾ സ്പെക്ട്രത്തിന്റെ ഭാഗങ്ങളിൽ വളരെയധികം കുറവായിരിക്കും എന്നുള്ളതുമാണ് സ്നോയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്, എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നുള്ളതാണ്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റിഫ്ലക്റ്റഡ് ബൈ എ സർഫേസ് ടു ദ ഇൻസിഡന്റ് എനർജി എന്നുള്ളതാണ്. ഓക്കെ, അത് പെർസെൻറ്റേജിലാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യാറുള്ളത്. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിനകത്ത് മെറ്റീരിയൽസ് എവിടേക്കാണ് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബാൻഡ് ആയിരിക്കും. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒന്നിലധികം ബാൻഡുകളിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് പെരുമാറുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് വെജിറ്റേഷൻ ആണോ, സോയിൽ ആണോ, വാട്ടർ ആണോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വളരെയധികം സഹായകരമാണ് എന്നുള്ളതാണ്. ഇനി എർത്ത് സർഫേസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് റിഫ്ലക്ഷൻ നമുക്ക് നോക്കാം. അപ്പം ഇത് മിക്കവാറും എക്സാമുകൾക്ക് ഇതിനെ ഓർഡർ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. റിഫ്ലക്റ്റൻസ് കൂടിയത് ഏതാണ്, കുറഞ്ഞത് ഏതാണ് എന്നുള്ള തരത്തിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്രഷ് സ്നോ ഏകദേശം 80 to 95% എനർജിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓൾഡ് സ്നോ 50 to 60, തിക്ക് ക്ലൗഡ് 70 to 80, തിൻ ക്ലൗഡ് 20 to 30, വാട്ടർ സൺ നിയർ ഹൊറിസൺ ആണെങ്കിൽ 50 to 80% റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ല സൺ നിയർ സെനിത്ത് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ 3 to 5% ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആസ്ഫോൾട്ടിൽ, അതായത് ടാറ് പോലുള്ളതിൽ 5 to 10% അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സോയിൽ 25 to 45 ആണ്. ഡാർക്ക് സോയിൽ 5 to 15 ആണ്. ഡ്രൈ സോയിൽ 20 to 25, വെറ്റ് സോയിൽ 15 to 25. ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് ആണെങ്കിൽ 15 to 20% റിഫ്ലക്റ്റ് ചെയ്യും. കോണിഫറസ് ഫോറസ്റ്റ് ആണെങ്കിൽ 10 to 50% ആണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുമ്പോഴും എർത്ത് സർഫേസിലൂടെ കടന്നു വരുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പെക്ട്രൽ പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ യുണീക്ക് ആയിട്ടുള്ള സ്പെക്ട്രൽ പാറ്റേൺസ് ആണ് റിമോട്ട് സെൻസിങ്ങിന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സർഫേസ് ഫീച്ചേഴ്സിനെ മനസ്സിലാക്കുന്നതിന് സഹായകരമാകുന്നത് എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.